അസ്സലാമു അലൈക്കും. കേരള രാഷ്ട്രീയത്തിൽ അൻവർ ഉയർത്തിവിട്ട കൊടുങ്കാറ്റും കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയ കാലാവസ്ഥയും മാറി മറിയുകയാണ്. അൻവർ പറഞ്ഞത് CPM എന്ന പാർട്ടിക്കെതിരല്ലെന്നും പാർട്ടി അണികൾക്ക് പോലും അത്തരം ആശങ്കകൾ ഇവിടെയുണ്ടെന്നും കേരളം ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ CPM എന്ന പാർട്ടി എന്തുകൊണ്ടോ ഇതിനെ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ ഇനിയും അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നിടത്താണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ക്രക്സ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. CPM എന്ന പാർട്ടിക്ക് പോലും ഇതിനു പരിമിതികളുണ്ടെങ്കിൽ എത്രത്തോളം ശക്തമാണ് രാഷ്ട്രീയത്തിലെ ഈ പവർ ഗ്രൂപ്പ് എന്നതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. ഇത് കേവലം ഒരു പിണറായി വിജയനിലോ അല്ലെങ്കിൽ അജിത് കുമാറിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഓർമ്മയില്ലേ അൻവറിന്റെ പഴയ വാചകങ്ങൾ? നെക്സസ് അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് വളരെ കൃത്യമായി വളരെ ആസൂത്രണ മികവോടുകൂടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അൻവർ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ് നെക്സസ് എന്ന് പറയുന്നത്? കൃത്യമായും ഇതൊരു കൂട്ടുകച്ചവടമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് പിണറായി വിജയൻ എന്ന വ്യക്തി മാറിയത് കൊണ്ട് ഇല്ലാതാവുന്നതല്ല കേരളത്തിലെ RSS പോലീസ് കൂട്ടുകെട്ട് എന്നത്. ഭരണം മാറിയത് കൊണ്ടും ഇല്ലാതാവുന്ന ഒന്നല്ല അത്. ഉമ്മൻചാണ്ടി ഭരണകാലത്തും അതിവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നീ കാണുന്ന രൂപത്തിൽ അത്ര ശക്തമായിരുന്നില്ല എന്ന് മാത്രം. നാളെ ഇനി ഭരണം മാറി രമേശ് ചെന്നിത്തലയോ VD സതീശനോ ആഭ്യന്തരമന്ത്രിയായാൽ പോലും പോലീസിലെ RSSകാരെ പൂർണ്ണമായും തുടച്ചു നീക്കുക സാധ്യമല്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ. അന്ന് ഇതേ ആരോപണങ്ങൾ ഒരുപക്ഷെ CPM അണികൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കെതിരെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. കോലങ്ങൾ കത്തിക്കും, കരിങ്കൊടിയും ധർണയും ഇന്നത്തേതിനേക്കാൾ ശക്തമായി അന്നുണ്ടാവും. പക്ഷേ ഒരു വ്യത്യാസം മാത്രമുണ്ട്. ചോദ്യങ്ങളെ ശകാരത്തിന്റെ ശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയെ കേരളത്തിന് കാണേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ട്. കടക്ക് പുറത്തുനിന്ന് ഒരു മാധ്യമ പ്രവർത്തകരോടും പറയാൻ ധൈര്യമുണ്ടാവില്ല ഒരു ജനനേതാവിനും. ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളെ ഹഹഹ കൊണ്ട് മൂടി വെച്ചാലും വീണ്ടും അതേ ചോദ്യം തന്നെ ചോദിക്കാനുള്ള ചങ്കുറപ്പ് കേരളത്തിലെ ഏതൊരു കൊച്ചു കുട്ടിക്കും ഉണ്ടാകും. അതിനെ പാർട്ടിയെ ഉപയോഗിച്ച് ഇല്ലാതാക്കാനുള്ള ത്രാണി ഉണ്ടാവില്ല ഒരു ആഭ്യന്തരമന്ത്രിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക, എന്തായിരുന്നു അൻവറിന്റെ ആരോപണം എന്നുള്ളത്. മുഖ്യമായും അത് പോലീസും RSSും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ്, അന്തർധാരയാണ്. രണ്ട് പൊതുജനങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും സഹിക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥ മേൽക്കോയ്മയാണ്. ഇത് രണ്ടും പഞ്ചായത്ത് തലം മുതൽ അങ്ങ് മേലോട്ട് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, ഓരോ തലങ്ങളിലും. ഇവിടെയാണ് പിണറായി വിജയന്റെ ഭൂതകാലം പറഞ്ഞു പാർട്ടിയും പാർട്ടി അടിമകളും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ RSSകാരുടെ കൺകണ്ട ശത്രുവായിരുന്നു പിണറായി വിജയനെന്നും ഏറ്റവും കൂടുതൽ സഖാക്കളെ RSSകാരാൽ നഷ്ടപ്പെടേണ്ടി വന്ന പാർട്ടിയാണ് CPM എന്നും പറഞ്ഞാണ് പ്രതിരോധിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ ആരായിരുന്നു എന്നതല്ല, നിങ്ങൾ ആരാണ് എന്നതാണ് പ്രധാനം. പിണറായി വിജയന്റെ ലെഗസി കൊണ്ട് മറച്ചു പിടിക്കാൻ പറ്റുന്ന ഡാമേജ് അല്ല അജിത് കുമാറിലൂടെ അദ്ദേഹം ഇവിടെ നേടിയെടുത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ പാർട്ടി അണികൾക്ക് പോലും ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം CPM അണികളാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന കൂട്ടർ. ഏതെങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നാൽ സഖാവാണെന്ന് പറഞ്ഞാൽ രണ്ടടി കൂടുതൽ കിട്ടുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഇവിടെ നിലനിൽക്കുന്നത്. അത് ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ചുകൂടി കടുത്തതാകും എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ ക്യാപ്സൂൾ എന്ന പോസ്റ്റർ ഒട്ടിച്ച് ഇല്ലാതാക്കാൻ കഴിയില്ല. നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ഭരണപക്ഷത്തെ ഒരു MLA തന്നെ ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടും ആ ഉദ്യോഗസ്ഥത്തിനെതിരെ ഒരനക്കം പോലും ഉണ്ടാവില്ല എന്ന വാശി എന്തിനായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു അങ്ങനെയൊരു പിടിവാശി? അജിത് കുമാറിനെതിരെ സംസാരിക്കുന്നവരെ മുഴുവൻ സുഡാപ്പിയും ജമാഅത്തുമാക്കുന്ന വ്യഗ്രത എന്തിനു വേണ്ടിയായിരുന്നു?
ഈ ചോദ്യങ്ങളാണ് മിസ്റ്റർ CM താങ്കളിലെ പുതിയ സഖാവിനെ ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായത് അവിടെയാണ്. അൻവറിനെ പ്രതിരോധിക്കാൻ പാർട്ടി കണ്ടുപിടിച്ച മാർഗമാണ് ജമാഅത്ത് സുഡാപ്പി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ബൈനറിയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും വരുമെന്ന സത്യം പാർട്ടി ഇവിടെ മറന്നു പോവുകയാണ്. ജമാഅത്തിനെയും സുഡാപ്പിയെയും പരാമർശിച്ചാൽ ഇല്ലാതായി പോകുന്നതല്ല അജിത് കുമാറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ടി വന്ന ആഭ്യന്തരമന്ത്രിയുടെ സംഘ് പരിവാർ നിഴൽ എന്ന് പറയുന്നത്. പിണറായി വിജയൻ സംഘ് പരിവാർ അല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും മലപ്പുറവും തീവ്രവാദവും PR ഏജൻസിയുടെ രൂപത്തിൽ ഹിന്ദു പത്രത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ് എന്നെങ്കിലും വിശദീകരിക്കാൻ പാർട്ടി അണികൾക്ക് പോലും കഴിയുന്നില്ല. പിണറായി വിജയൻ കാലം ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്നതിനെ, അല്ലെങ്കിൽ ഇത്രയും കാലമുള്ള ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ ന്യായീകരിക്കാൻ ക്യാപ്സൂൾ ഫാക്ടറികളിൽ ഓവർ ടൈം പണിയെടുത്തിട്ടും അണികൾക്ക് കഴിയുന്നില്ല എന്നിടത്തിലാണ് കാര്യങ്ങൾ. പാർട്ടി ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലായ ഘട്ടങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അന്ന് പക്ഷേ ആരാണ് നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന തർക്കത്തിലായിരുന്നു അതൊക്കെയും എന്ന് മാത്രം. ഇന്നത്തെ പ്രതിസന്ധി പക്ഷേ ആരാണ് ഈ കപ്പലിലെ കള്ളൻ എന്ന തർക്കത്തിലാണ്. ആജന്മ ശത്രുക്കളായ സംഘ് പരിവാറിന്റെ അടുക്കളയിൽ വെപ്പും കുടിയും തുടങ്ങി വെച്ചിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യമാണ്. ഇന്ന് DGP പുറത്തുവിടാനിരിക്കുന്ന റിപ്പോർട്ട് ഇതാ അൻവർ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരിക്കുന്ന ആശങ്കകളെ ശരിവെക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അജിത് കുമാർ RSS മേധാവിയെ കണ്ടത് അൻവർ ആരോപണം ഉന്നയിക്കുന്നതിന്റെ തലേ ദിവസമല്ല, 1.5 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് മുഖ്യമന്ത്രി അറിഞ്ഞത് അതേ 1.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. എന്നിട്ടും പിണറായി വിജയൻ എന്ന കടും ചുവപ്പ് കമ്മ്യൂണിസ്റ്റിന് അതൊരു തെറ്റായി തോന്നിയില്ല എങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലും അത് പൊറുക്കാവുന്ന അപരാധമല്ല. അവിടെ പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന്റെ തഴമ്പ് കൊണ്ട് മാത്രം പോരാതെയാവും. ഈ നാടിനൊരു പാരമ്പര്യമുണ്ട്. അതിവിടെ നമ്മൾ ഇന്നലെ കണ്ട മനാഫും അർജുനും കാണിച്ചു തന്ന സ്നേഹത്തിന്റെ പാരമ്പര്യമാണ്. മതങ്ങൾ പരസ്പരം തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാരമ്പര്യമാണ്. ഈ പച്ചത്തുരുത്തിനെ ഒരു മിനി UPയോ ഗുജറാത്തോ ആക്കാൻ അച്ചാരം വാങ്ങുന്നവൻ ആരായാലും കേരളീയ സമൂഹം അത് അംഗീകരിച്ചു തരില്ല. അവിടെ പാർട്ടി തഴമ്പിന്റെ വരട്ടുചൊറി മാന്തി നിന്നതുകൊണ്ട് മാത്രം ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കണമെന്നില്ല. ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടി ഭരണഘടനയിൽ മാത്രം ബാക്കിയായതിന്റെ അനന്തരഫലമാണ് ഇന്ന് കേരളം മൊത്തത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തമ്മിൽ ഭേദം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഓനാണ് പുരക്ക് തീ കൊടുക്കുന്നതെന്ന് വന്നാലുള്ള അവസ്ഥ എന്താ? അതാണ് ഇവിടുത്തെ വിഷയം. RSS നേതാക്കളെ അടിക്കടി കാണുന്ന പോലീസ് മേധാവിയെ ഓമനിച്ച് തലോടുന്ന മുഖ്യമന്ത്രിയും RSS ഈ രാജ്യത്തെ മഹത്തായ സംഘടനയാണെന്ന് തോന്നുന്ന സ്പീക്കറും ഇവിടെ നൽകുന്ന സന്ദേശം എന്താണ് എന്നതാണ് ചോദ്യം. അതാണ് അൻവർ ഉയർത്തിയ ഏറ്റവും വലിയ ചോദ്യവും. ദൗർഭാഗ്യവശാൽ പിണറായി പേടിയിൽ അത് ഉയർത്തിപ്പിടിക്കാൻ പാർട്ടിക്കും കഴിഞ്ഞില്ല എന്നിടത്താണ് നിഷ്കളങ്കരായ സഖാക്കൾ, ഭൂരിപക്ഷം വരുന്ന സഖാക്കൾ ധർമ്മസങ്കടത്തിലായിപ്പോയത്. അജിത്ത് നടത്തിയ അഴിമതിയേക്കാളും വലുത് അയാൾ ഈ സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കാൻ ഉണ്ടാക്കിയെടുത്തിരിക്കാൻ സാധ്യതയുള്ള ദുരൂഹമായ നടപടികളായിരിക്കും. അത് കണ്ടെത്തുക, ഒരു കാര്യത്തെ കണ്ടെത്തിയാൽ മാത്രമേ നമുക്കതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം ഇത് കോൺസ്റ്റബിൾ കുട്ടൻപിള്ളയല്ല ഈ നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ഉന്നതനായ ഒരു IPS ഉദ്യോഗസ്ഥനാണ്. തൻ്റെ ഈ പതനം അൻവറിന് മുൻപ് തന്നെ, അൻവർ പറയുന്നതിന് മുമ്പ് തന്നെ മുൻകൂട്ടി കാണാൻ അജിത് കുമാറിന് കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നും അജിത് കുമാറിലെ പോലീസുകാരൻ മുമ്പേ കണക്ക് കൂട്ടിയിട്ടുണ്ടാകും. ഗത്യന്തരമില്ലാതെ, ഇനി അങ്ങനെയാണെന്ന് വെക്കുക, ഗത്യന്തരമില്ലാതെ അജിത് കുമാറിനെ മാറ്റി നിർത്തിയാലും സസ്പെൻഡ് ചെയ്താലും ആ IPSകാരനെ ഇവിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് പിണറായി തന്നെയാണ്. അല്ലെങ്കിൽ അസാധാരണമായ ഈ വാത്സല്യം നമ്മൾ പിണറായി എന്ന കമ്മ്യൂണിസ്റ്റിൽ കാണേണ്ടി വരില്ലായിരുന്നു. ഇനി ബാക്കിയുള്ളത് അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ
മലപ്പുറവും ദേശദ്രോഹവും സ്വർണ്ണക്കടത്തും ഉയർത്തിയുള്ള പാർട്ടി പ്രതിരോധങ്ങളെക്കുറിച്ചാണ്. ഹിന്ദുവിലെ അഭിമുഖവും പൊക്കിപ്പിടിച്ച് ഇനിയും എത്ര കേരള സ്റ്റോറികൾ നമുക്ക് കാണേണ്ടി വരുമെന്ന് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ കൃത്യമായും ചിന്തിച്ചിട്ടുണ്ടാകും. അതിലൂടെ തന്നെയായിരിക്കും അവർ മുമ്പോട്ട് പോയിട്ടുണ്ടാവുക. കേരള സ്റ്റോറി സിനിമയിലെ ഒന്നാമത്തെ ഹീറോ ആരായിരുന്നു? അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പത്രപ്രസ്താവനയോടുകൂടിയാണ് ആ സിനിമ ആരംഭിക്കുന്നത് തന്നെ. ആ വസ്തുത കേരളം മറന്നിട്ടില്ല. ഹിന്ദു പത്രം മാപ്പ് പറഞ്ഞതോ PR ഏജൻസിയിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരുണ്ടായിരുന്നോ എന്നതൊന്നും ഉത്തരേന്ത്യയിലെ സംഘികളുടെ വിഷയമേ അല്ല. 10 വർഷവും കഴിഞ്ഞ് പൊട്ടാൻ കെൽപ്പുള്ള ബോംബാണ് പിണറായി അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഹിന്ദുവിന് കൊടുത്തിരിക്കുന്നത്. ആ കുറ്റം ചെയ്തവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചു കാണിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരനെ കൊഞ്ഞനം കുത്തലാണ്. നാട് കുട്ടിച്ചോറായാലും എനക്കൊരു പ്രശ്നവുമില്ല എന്നാണ് ആ ചിരിയുടെ ഏറ്റവും കുറഞ്ഞ അർത്ഥം. മുഖ്യമന്ത്രി പറയാത്ത ഒരു വാചകം ഒരു ദേശീയ പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ട് അതിനെ തിരുത്താൻ 30 മണിക്കൂറുകൾ എടുത്തു എന്ന് പറയുന്നതിൽ തന്നെ ആ കളി ഏത് PR-ന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. 30 മണിക്കൂർ എന്തിനു വേണ്ടിയായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? ഇനി അതല്ല, മുഖ്യമന്ത്രിയുടെ അഭിമുഖം അച്ചടിച്ചു വന്ന ഹിന്ദു പത്രം പോലും വായിക്കാത്ത ഒരു പ്രസ് സെക്രട്ടറിയാണോ മുഖ്യമന്ത്രിക്കുള്ളത് എന്നിവിടെ വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അങ്ങേയറ്റത്തെ വർഗീയ പരാമർശം മുഖ്യമന്ത്രിയുടെ പേരിൽ ഹിന്ദുവിന് എഴുതി കൊടുത്തിട്ടും അതിലെ കുറ്റവാളികളെ എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല? ഇനി ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നാണോ അദ്ദേഹത്തിന്റെ ഹഹഹായിലൂടെ വെളിവാകുന്നത്? അങ്ങനെയാണെങ്കിൽ അയാൾ സംരക്ഷിക്കപ്പെടണമെന്നാണോ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്? ഒരു ദിവസം കഴിഞ്ഞ് ഹിന്ദുവിന് കത്തെഴുതണമെന്നും അപ്പോൾ ഹിന്ദു തിരുത്തുമെന്നും ആ തിരുത്തു കഴിഞ്ഞ് പത്രസമ്മേളനത്തിൽ ഇതുപോലെ ചിരിക്കണമെന്നും അതേ PR ഏജൻസിയുടെ തന്നെ സ്ട്രാറ്റജി ആയിരിക്കാം. അങ്ങനെ ന്യായമായും സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട CM ആരെയൊക്കെയോ രക്ഷിച്ചെടുക്കാൻ 3.5 കോടി ജനങ്ങളെ വഞ്ചിച്ച കഥയെന്ന് താങ്കളുടെ ഭരണത്തെ പിൽക്കാല ചരിത്രം അടയാളപ്പെടുത്താതിരിക്കട്ടെ. അതിനെന്തു ചെയ്യാൻ താങ്കൾക്ക് കഴിയും എന്നുള്ളതാണ് ചോദ്യം. ഒരു ചങ്കെങ്കിലുമുള്ള ഒരു ചങ്കെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു CPM നേതാവ് ഉത്തരം പറഞ്ഞാൽ മതിയാകും. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.